الحمدلله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഷറല 1 2 3 4 5 റോയിലിരിക്കണവർ അത്ര ഉഷാറല്ല എന്നൊരു തോന്നൽ. കുഴപ്പമില്ല, 2 ഇടിയപ്പം അധികം തിന്നതിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല, ശരിയാകുള്ളൂ. ഇവിടെ മാഷാ അല്ലാഹ് ആൺകുട്ടികളെല്ലാവരും ഉഷാറായിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു സന്തോഷം. കുറച്ചു സമയം സംസാരിക്കുള്ളൂ കേട്ടോ. അപ്പം എൻ്റെ കൂടെ സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകളെ ഇൻഷാ അല്ലാഹ് സ്റ്റേജിൽ അവർക്ക് അവസരം തരും, കൂടെ നമുക്ക് സംസാരിക്കാൻ. സ്റ്റേജിലും സദസ്സിലും കൂടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, കൂടെ സംസാരിക്കരുത്. ഓക്കെ. എൻ്റെ വെല്ലുപ്പാക്ക് 86 വയസ്സായി. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 2 മാസം മുൻപ് ഞാൻ മറ്റൊരു ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു ബന്ധുവിനെയും കൊണ്ട് തിരുവനന്തപുരത്താവുന്ന സമയത്ത് രാവിലെ ഫസ്റ്റ് ടോക്കനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ ഡോക്ടറെ കാണിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് എൻ്റെ വൈഫ് എന്നെ വിളിച്ചു. വെല്ലുപ്പ കുറച്ച് പ്രയാസകരമായൊരു അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നാട്ടിലെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പെട്ടെന്ന് കുറച്ചും കൂടി ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഉമ്മയും പെങ്ങളും ഉണ്ട്, അവരോട് വിഷയം ഞാൻ പറഞ്ഞില്ല. അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ BP യും ഷുഗറും ഒക്കെ പറ്റ ഡൗൺ ആയിട്ടാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞു. നമുക്ക് ബന്ധമുള്ള ഡോക്ടേഴ്സിനെയും മാനേജ്മെൻറ്റിനെയൊക്കെ നമുക്ക് പരിചയമുള്ള ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ അത്ര വലിയ പ്രയാസമല്ലെങ്കിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ ICUവിലാണ് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നു. അൽഹംദുലില്ലാ റൂമിലേക്ക് മാറ്റി. അന്ന് വൈകുന്നേരം ആയപ്പോൾ ഡിസ്ചാർജ് ചെയ്തു. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സാധാരണ നാട്ടിൻപുറത്തുള്ളൊരു ഹോസ്പിറ്റൽ, അവിടെ ഒരു പുതിയ ഡോക്ടർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം അവിടെ 5 ദിവസം വെല്ലുപ്പയെ അഡ്മിറ്റ് ചെയ്തു. ഷുഗറും BP യും സോഡിയത്തിൻ്റെ പ്രശ്നമൊക്കെ നോക്കി എല്ലാറ്റിനുള്ള മരുന്ന് കൊടുത്ത് അൽഹംദുലില്ലാ പഴയതുപോലെ വെല്ലുപ്പ ആക്റ്റീവായി എന്ന് പറഞ്ഞാൽ 86 വയസ്സുണ്ടെങ്കിലും മാഷാ അല്ലാഹ് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രോഗ്രാമുകളിലും അദ്ദേഹം ഓടിയെത്തും. ഇനിയിപ്പോൾ നമ്മളാരും കൂടെ ഇല്ലെങ്കിലും, എൻ്റെ നാട് പാലക്കാടാണ്, കോഴിക്കോടും എറണാകുളം ഭാഗത്തൊക്കെ വെല്ലുപ്പ തനിച്ച് യാത്രയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് അൽഹംദുലില്ലാ അദ്ദേഹം തിരിച്ചു വന്നു. ഡോക്ടർ കൊടുത്ത മെഡിസിൻ കഴിഞ്ഞ് അടുത്ത ഒരു പരിശോധനയ്ക്ക് വേണ്ടി ഡോക്ടറെ അടുത്ത് ചെന്ന്, അപ്പോൾ ഡോക്ടറെ അടുത്ത് വലിയ സന്തോഷം പറഞ്ഞു.
ഡോക്ടർ എനിക്ക് എൻ്റെ എല്ലാ പ്രയാസവും ക്ലിയർ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എൻ്റെ എല്ലാ ചികിത്സയും സാറ് നടത്തിയാൽ മതി. അപ്പോൾ ഷുഗറുമായി ബന്ധപ്പെട്ട വേറെ ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ മാത്രമേ കാണിക്കുന്നുള്ളൂ, നിങ്ങൾ ചികിത്സിച്ചാൽ മതി, നിങ്ങളുടെ മരുന്നേ കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്കും സന്തോഷമായി. അങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർമാർക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ, അവരുടെ ചികിത്സ ഫലപ്രദമായി എന്ന് തോന്നുമ്പോൾ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ ഇനി 5 ദിവസത്തിനാണോ 10 ദിവസത്തിനാണോ മരുന്ന് എഴുതേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, നിങ്ങൾ 10 ദിവസത്തിന് എഴുതിക്കോളി, അത് 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. ഒരു ഞായറാഴ്ച ദിവസമാണ് വല്യപ്പ ഈ 2ാമത്തെ തവണ ഡോക്ടറെ കാണാൻ പോകുന്നത്. തിങ്കളാഴ്ച രാവിലെ എൻ്റെ വൈഫിൻ്റെ ഉപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ഡോക്ടർ മരിച്ചു എന്നാണ്. അദ്ദേഹം എന്നും രാവിലെ 5 കിലോമീറ്റർ നടക്കും. 5 കിലോമീറ്റർ, മൂപ്പര് താമസിക്കുന്ന വീടിൻ്റെ അവിടുന്ന് 5 കിലോമീറ്റർ നടന്ന് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ആ ബസ് സ്റ്റോപ്പിൽ കുറച്ച് വാമപ്പൊക്കെ ചെയ്തിട്ട് അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് നടക്കും. അപ്പം ആദ്യം 1-2 തവണ അദ്ദേഹം അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ ആളുകൾ, അത് എന്നും ചെയ്യുന്നതാണ്, ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് അദ്ദേഹത്തെ എല്ലാവരും കാണാറുണ്ട്. പിന്നീട് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രത്യേക തരം അവസ്ഥയിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നത് കണ്ടപ്പോഴാണ് 1-2 ആളുകൾ ചെന്ന് നോക്കിയത്. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം അറ്റാക്കായി മരിച്ചുകയാണ്. ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞത്, വളരെ വലിയ ശാരീരിക പ്രയാസത്തോടു കൂടി ആ ഡോക്ടറെ അടുത്ത് പോയി 86 കഴിഞ്ഞ് 87ലേക്ക് കിടക്കുന്ന എൻ്റെ വല്ലുപ്പയുടെ അസുഖം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിന് മരുന്ന് നിശ്ചയിച്ച് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ആ അസുഖം പൂർണ്ണമായി ശിഫയായി പഴയ ആരോഗ്യാവസ്ഥയിലേക്ക് എൻ്റെ വല്ലുപ്പ തിരിച്ചു വന്നു. ആ ചികിത്സയിൽ നിർവഹിച്ച, ശിഫ കൊടുത്തത് പടച്ചോനാണ്, പക്ഷെ അതിന് ചികിത്സ നിർവഹിച്ച കാരണക്കാരനായ ഡോക്ടർ ആ മരുന്ന് 2ാമത് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം മരണപ്പെട്ടു. എന്നിട്ട് ഈ പ്രായമായ എൻ്റെ വല്ലുപ്പ ആ മരിച്ച ഡോക്ടർ മയ്യത്ത് കാണാൻ അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം നിസ്സാരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം കാഴ്ചപ്പാട് ഉള്ള ആളുകളായിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ മരണം സംഭവിക്കും എന്ന തിരിച്ചറിവ്. അവിടെ ആ മരണത്തിൻ്റെ പ്രത്യേകത ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഒന്നും തടസ്സമല്ല എന്നുള്ളതാണ്. സാഹചര്യം, സമയം, അവസ്ഥ, പെരുന്നാൾ, നോമ്പ്, കല്യാണം, വീട് താമസം, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. എൻ്റെ നാടിൻ്റെ അടുത്താണ് നമ്മുടെ സമ്മേളനം നടക്കുന്ന പെരിന്തൽമണ്ണ. ആ പെരിന്തൽമണ്ണ അടുത്ത് ഏകദേശം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഡിഗ്രി പ്രായത്തിലൊക്കെയുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ സമപ്രായക്കാരിയായ ഒരു പെൺകുട്ടി, അവൾ മരണപ്പെട്ടു. അവൾ മരിച്ചതെന്നറിയോ? അവളെ കല്യാണത്തിൻ്റെ അന്ന് വീട്ടിൽ ഡ്രസ്സൊക്കെ പുതിയ ഡ്രസ്സ് ധരിച്ച് നിക്കാഹ് കഴിച്ച ഭർത്താവ് തന്നെ, നമ്മുടെ നാടിൻ്റെ സിറ്റുവേഷൻ വെച്ച് അങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിച്ച് പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കുക. അവിടേക്ക് അവളെ കൊണ്ടുപോകാൻ വരുന്നതിൻ്റെ മുമ്പ് പെട്ടെന്നൊരു ശാരീരിക അസ്വസ്ഥത തോന്നി തൊട്ടടുത്തുള്ള EMS ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടുന്ന് മരിച്ചു. മയ്യത്താണ് പിന്നെ പന്തലിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ കല്യാണമാണ്, ഇന്ന് എൻ്റെ കല്യാണമാണ്, ഇന്ന് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ്, ഇന്ന് എൻ്റെ ഉപ്പച്ചി ഗൾഫിലേക്ക് പോണ ദിവസമാണ്, അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി ഉപ്പ ഗൾഫിൽ നിന്ന് വരുന്ന ദിവസമാണ്. ഇങ്ങനൊന്നും എന്തില്ല, മരണത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒന്നുമില്ല.
അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്ക് തന്നെ എന്താണെന്നറിയോ? അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. നിങ്ങൾ സർവ സന്തോഷങ്ങളെയും ഇല്ലാതെയാക്കുന്ന ഒരു കാര്യത്തെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം എന്നാണ്. എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാകും. യഅനി അൽ മൗത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് മരണമാണ്. ഇനി സമ്പന്നനായി, അധികാരമുള്ളവനായി, നല്ല ജീവിതം നയിക്കുന്ന ആളായി ഒന്നും പ്രശ്നമല്ല, ആണോ? നല്ല ആരോഗ്യമുള്ളവനായി, ഇതൊന്നും മരണത്തിൻ്റെ മുന്നിൽ തടസ്സമല്ല. മിനിഞ്ഞാന്നൊരാൾ മരിച്ചത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണ സമയത്താണ്. അയാൾ ഭയങ്കര ആരോഗ്യമുള്ള ആളായി എന്നുള്ളതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും സമ്പത്തുണ്ടായ മനുഷ്യനാരാ? ഏറ്റവും സമ്പത്തുണ്ടായ ആള് ലോകത്ത് എലോൺ മസ്ക. എത്ര മൂപ്പര സമ്പത്ത്? എലോൺ മസ്കിനൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത സമ്പത്ത് കൈകാര്യം ചെയ്ത ആളുണ്ട്. അതാരാ? ആരാ? ഖാറൂൻ അല്ലേ? ഖാറൂനിന്റെ സമ്പത്തിനെ കുറിച്ച് ചരിത്രം പറയുന്നത് എന്താണെന്നറിയോ? സമ്പത്ത് വഹിക്കാനോ സമ്പത്തിന്റെ ശേഖരം വഹിക്കാനോ അല്ല, സമ്പത്ത് സൂക്ഷിച്ചു വെച്ച മുറിയുടെ താക്കോലുകൾ കൊണ്ടുപോകാൻ ഒട്ടകക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. താക്കോലുണ്ടോ അവന്? അപ്പൊ എത്ര താക്കോലായിരിക്കും? ആ ഖാറൂന് മരണപ്പെട്ടില്ലേ? ലോകത്തെ ഏറ്റവും വലിയ അധികാരമുണ്ട് എന്ന് പറഞ്ഞ ആളാണ് ഫിറഔൻ. ആ ഫിറഔൻ മരിച്ചല്ലേ? ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനായി ജീവിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി മരണപ്പെട്ടില്ലേ? അപ്പൊ സമ്പന്നനായി, പണക്കാരനായി എന്നതൊന്നും എന്തല്ല, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇനി എനിക്കിപ്പോൾ പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല എന്നത് മരിക്കാതിരിക്കാനുള്ള കാരണമാണോ? നമ്മളെ തൊട്ടടുത്താണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു ആ മരിച്ചതിൻ്റെ 3-ാമത്തെ 4-ാമത്തെ ദിവസം ഒരു പ്രോഗ്രാം എന്ന് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, ഈ മരണപ്പെട്ട വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾ ക്യാൻസർ പേഷ്യൻ്റാണ്. ക്യാൻസർ പേഷ്യൻ്റ് ആണ്, ഏകദേശം 4th സ്റ്റേജിലാണ്. അപ്പോൾ ഇവർ നല്ല സൗഹൃദമായിരുന്നു, നല്ല സൗഹൃദം. അങ്ങനെ ചില ദിവസങ്ങളിൽ ഈ രോഗിയായി കിടക്കുന്ന ഈ ക്യാൻസർ പേഷ്യൻ്റ് കൊണ്ട് ചെല്ലാൻ പറയും, ഒന്ന് കാണാൻ ആഗ്രഹിച്ച്. പക്ഷെ ഇയാൾ ചില ദിവസം പോകൂല. അവിടെ പോകാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത്രയും അടുപ്പവും ബന്ധവും ഉണ്ടായിരുന്ന ആ വ്യക്തി ഇങ്ങനെ രോഗാവസ്ഥയിൽ കിടക്കുന്നത് കാണാൻ പറ്റാത്തതുകൊണ്ട്. അങ്ങനെ പോയി കണ്ട എപ്പോഴും കരയും. എനിക്ക് തോന്നുന്നത് ആ ക്യാൻസർ പേഷ്യൻ്റായ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ഈ രോഗാവസ്ഥയിൽ തൻ്റെ ഈ സുഹൃത്തിനെ, ഈ ബന്ധുവിനെ കാണുമ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന ഈ വ്യക്തി നമ്മുടെ പ്രൊഫൈസ് നടന്നപ്പോൾ ആ പ്രൊഫൈസുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ 1.5 കിലോമീറ്റർ മുൻപ് ആക്സിഡൻറ്റ് പറ്റി. അവിടെ തന്നെ ആ ആക്സിഡൻറ്റ് പറ്റിയ സ്പോട്ടിൽ മരണപ്പെട്ടു. ആ മരണപ്പെടുന്നതിൻ്റെ ഒരാഴ്ച മുൻപ് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അടക്കം ഒരു രോഗവും അദ്ദേഹത്തിനില്ല, ഒരു ജീവിതശൈലി പ്രശ്നവും അദ്ദേഹത്തിനില്ല. അപ്പം രോഗമില്ല എന്നത് മരിക്കാതിരിക്കാനുള്ള കാരണമാണോ? ആണോ? അല്ല. അതുകൊണ്ടാണ് കവി പാടിയത്, കമ്മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകമ്മിൻ സഖീമിൻ ആശഹീനം മിനദ് ദഹർ. കമ്മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, ഒരു അസുഖവുമില്ലാതെ എത്രയെത്ര ആരോഗ്യമുള്ള മനുഷ്യരാണ് മരണപ്പെട്ടു പോകുന്നത്. വകമ്മിൻ സഖീമിൻ ആശഹീനം മിനദ് ദഹർ,
എന്നാൽ രോഗിയായി കിടക്കുന്ന ചില മനുഷ്യന്മാർ അങ്ങനെ കിടക്കും ദീർഘമായിട്ട്. 10 കൊല്ലവും 15 കൊല്ലമൊക്കെ രോഗാവസ്ഥയിൽ കിടന്നിട്ടാണ് ചിലർ മരിക്കുക. എന്നാൽ ഒരു രോഗവും ഇല്ലാതിരിക്കുന്ന സമയത്ത് എത്ര മനുഷ്യരാണ് മരണപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വഴിക്കും മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നത് ഒരിക്കലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകുന്ന ഒരു കാര്യമല്ല. വേറെന്തും നമുക്ക് രക്ഷപ്പെടാം. ഇപ്പം നമ്മൾ ജീവിക്കണത് AI കാലത്താണ്. ഇപ്പം AI ഒക്കെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം എന്താ വേറെന്താ പുതിയ സാധനം ഉണ്ടായിരുന്നു? എന്താ സാധനം? AIൻ്റെ അപ്പുറത്തേക്ക് എന്താ സാധനം എത്തിയണല്ലോ. എന്താ ഏതാ? ഡീപ്സീക്ക എന്താ സംഭവം? എന്താ എന്തെല്ലാം ഇപ്പോൾ നമ്മൾ ചില ഇപ്പോൾ പിന്നെ ശാസ്ത്രം പറയാറുണ്ട് വെച്ചാൽ, ഒരാളൊരു വീഡിയോയിൽ വന്നിട്ടൊരു കാര്യം പറയുന്ന കണ്ടാൽ പോലും, പണ്ടൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരാൾ പ്രസംഗിച്ചതിൻ്റെ ഫോട്ടോ എടുത്തു കൊടുത്താൽ മതി. അവൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ്, ഇതാ കൂടെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പറയാം ഫോട്ടോ ആർക്കും എഡിറ്റ് ചെയ്യാം, വീഡിയോ ഉണ്ടോ എന്ന് ചോദിക്കും. ഇപ്പോൾ ആൾക്കാർ പറഞ്ഞ എന്താ പറയുക, വീഡിയോ കണ്ടാൽ പോലും എന്ത് ചെയ്യരുത്, ഒറ്റയടിക്ക് വിശ്വസിക്കരുത്. അങ്ങനത്തെ കാലത്താണ്. അതുകൊണ്ട് AI എന്നുള്ളത് ഭയങ്കര ടെക്നോളജിയായി മാറിയ ഒരു കാലത്ത്, ശരി AI കൊണ്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. പക്ഷേ മരിക്കാതിരിക്കാനുള്ള വല്ല കണ്ടുപിടുത്തമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉറങ്ങുന്ന ആൾക്കാരൊന്ന് പ്രത്യേകം പറഞ്ഞാണ്, ആ ഉറങ്ങുന്നവരോട് വെച്ചോക്കാണ്. ഉണ്ടോ? മരിക്കാതിരിക്കാനുള്ള പ്രത്യേകം എന്തെങ്കിലും കണ്ടുപിടുത്തമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീഖും. 62-ാമത്തെ സൂറത്തിന്റെ 8-ാമത്തെ ആയത്താണ്. എന്നിപ്പോൾ ഞാനിങ്ങനെ ഇവിടുന്ന് പറയണത് എനിക്ക് തന്നെ മനസ്സിലാകാൻ വേണ്ടിയാണ്. അല്ല, അപ്പം നിങ്ങളിത് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ എന്ത് ചെയ്യണത്, ഈ ആയത്തിൻ്റെ നമ്പർ പറയണത് കേട്ടോ. ഇവിടെ അങ്ങനെ ചോദ്യമൊന്നും ഉണ്ടാവില്ലല്ലോ, ക്യൂസൊന്നും ഉണ്ടാവില്ലല്ലോ, ക്ലാസ്സിന് പൈസ ഉണ്ടോ? അങ്ങനെ എന്തൊക്കെ ഉണ്ടാവും കേട്ടോ. 62-ാമത്തെ സൂറത്തിൽ 8-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ എത്ര ഓടിയാലും, എത്ര നിങ്ങൾ ഓടിയാലും നിങ്ങൾക്ക് വരാൻ വിചാരിച്ച മരണം അത് വരും. ഇന്നലെ വൈഫ് എന്നോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഓളെ കുടുംബത്തിലുള്ള ഒരാൾ പറഞ്ഞൊരു സംഭവം പറഞ്ഞു. എന്താ പറയുക, ഒരാൾ ഈ ഗുഡ്സിൽ മീൻ കച്ചവടം ചെയ്യുന്ന ആളാണ്. അപ്പോൾ കച്ചവടത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വണ്ടി ആക്സിഡൻ്റായി. ഭയങ്കരമായ വലിയ രൂപത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റി. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അൽഹംദുലില്ലാഹ് അത് ചികിത്സിച്ച് സുഖപ്പെടുത്തി. അദ്ദേഹത്തിന് 2 പെങ്ങന്മാർ, 2 സഹോദരിമാരാണ്. ഈ 2 ആളും കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരുടെ കൂടെ ഗൾഫിലാണ്. അപ്പോൾ അവരെന്താ വെച്ചാൽ, ഇനി നാട്ടിൽ ഈ വണ്ടി ഓടിച്ചുള്ള മീൻ കച്ചവടവും കാര്യമൊന്നും ഇനി നടക്കൂല. അപ്പോൾ ഈ 2 പെങ്ങന്മാരും കൂടി ഗൾഫിൽ അവനക്കൊരു ജോലിയും കാര്യങ്ങളൊക്കെ കണ്ടെത്തി അവൻ അങ്ങോട്ട് കൊണ്ടുപോയി. മിനിഞ്ഞാന്ന് അവൻ്റെ ജോലി സംബന്ധമായ എന്തോ ഒരു കാര്യത്തിന് അവൻ റോഡിൻ്റെ സൈഡിൽ നിന്ന് എന്തോ ഒരു സാധനം എടുക്കുന്ന സമയത്ത് ബാക്കിലൊരു വണ്ടി വന്നടിച്ച് ആ സ്പോട്ടിൽ അവൻ മരണപ്പെട്ടു. അപ്പോൾ ആലോചിച്ച് നോക്കണേ, ഇവിടെ നിന്നൊരു വലിയ അപകടം പറ്റിയിട്ട് ആ മരിക്കുമെന്ന് വിചാരിച്ചിടത്തുനിന്ന് അവൻ രക്ഷപ്പെട്ടു. ഇനി നാട്ടിൽ ആ ജോലിയും കാര്യങ്ങൾ കൊണ്ട് അവന് മുന്നോട്ട് പോകാൻ കഴിയൂല എന്ന് മനസ്സിലാക്കി സ്നേഹം കൊണ്ടാണ് അവൻ്റെ സഹോദരിമാരും ആ സഹോദരിമാരുടെ ഭർത്താക്കന്മാരും ഒക്കെ ചർച്ച ചെയ്തിട്ട് അവന് ഗൾഫ് കൊണ്ടുപോയത്. അവിടെ വെച്ച് മറ്റൊരു വണ്ടി തട്ടി അവൻ മരണപ്പെട്ടു. വിശുദ്ധ ഖുർആൻ പറയണം, നിങ്ങൾ എത്ര മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് നിങ്ങൾ ഓടിയാലും മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഇനി ശരിക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, രക്ഷപ്പെടാനുള്ള കാരണത്തിലൂടെയാണോ മരിക്കാനുള്ള കാരണത്തിലൂടെയാണോ നമ്മൾ എപ്പോഴും സഞ്ചരിക്കുന്നത്? മരിക്കാനുള്ള കാരണത്തിലൂടെയാണോ എല്ലാ ദിവസവും നമ്മൾ പോണത്? ജീവിക്കാനുള്ള കാരണത്തിലൂടെയാണോ എല്ലാ ദിവസവും നമ്മൾ പോകണം? ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെ. നിങ്ങൾക്ക് അനുഭവപ്പെട്ട ചില മരണങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു നോക്കി. നമ്മുടെ നാട്ടിലെ ആൾക്കാർ മരിക്കണത് എങ്ങനെയൊക്കെയാ?
എന്തൊക്കെ സംഭവിച്ചിട്ട് ആൾക്കാർ മരിക്കാറുള്ളത്? എന്തൊക്കെ സംഭവിച്ചാൽ മരിക്കാറുള്ളത്? ആക്സിഡന്റ് അല്ലേ? വണ്ടി ആക്സിഡന്റ് ആയിട്ട് മരിക്കും. ആരെങ്കിലും വീട്ടിൽ നിന്ന് കുറെ കാലമായി ജീവിക്കണം, ഇന്നൊന്നും മരിക്കണം എന്ന് വിചാരിച്ചാണ് വണ്ടി എടുത്ത് പോയതാ? ആണോ? പിന്നെ നമ്മൾ നടത്തുന്ന പോലെ എന്തോ ഒരു യാത്ര, ടൂറാകാം, കല്യാണമാകാം, അങ്ങനെ എന്തോ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് നമ്മൾ നടത്തുന്നത് പോലെയുള്ള ഒരു യാത്ര തന്നെയാണ് അവരും നടത്തിയത് അല്ലേ? അപ്പൊ ചില ആളുകൾ വണ്ടി ആക്സിഡന്റ് ആയിട്ടാണ് മരിച്ചത്. നമ്മളും എല്ലാ ദിവസവും എന്ന് പറയുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വണ്ടിയിൽ യാത്ര ചെയ്യണല്ലേ? ഇല്ലേ? ഇല്ലേ? ഇപ്പൊ സത്യത്തിൽ എന്താ വെച്ചാൽ മരണം കഴിഞ്ഞ് മയ്യത്തിനോട് വർത്താനം പറയുന്ന ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ എനിക്ക്. സത്യം എന്നെ പറയേണ്ടി വന്നതിലൊരു സങ്കടം ഉണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ശരിക്കും ഒരു 40-50 കുട്ടികളുണ്ടെങ്കിൽ പോലും അത്ര ഉഷാറായിട്ട് മറുപടി പറയും. ഞങ്ങൾക്ക് അറിയാത്ത ഭയങ്കര സംഭവം ഒന്നുമല്ലല്ലോ ചോദിക്കണേ, ആണോ? എന്തോന്ന് നേരം മറുപടി പറഞ്ഞ എന്താ അറിയണ കാര്യമല്ലേ നമ്മൾ ചോദിക്കണേ. അപ്പോൾ സത്യത്തിൽ ഒരു ഖബറിൻ്റെ മുന്നിൽ പോയി പ്രസംഗിക്കണമായിട്ടൊരു ഫീലിംഗ് ഉണ്ട്. കുറേ എന്തോ സാധനം ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ നട്ടപ്പാതിര 12 പറഞ്ഞാലും ആർക്കും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്നും വണ്ടിയിൽ യാത്ര ചെയ്യുന്നു. കുറേ മനുഷ്യന്മാർ ആ യാത്രക്കിടയിൽ എന്ത് ചെയ്യുന്നു? മരണപ്പെടുന്നു. ഇന്നലെ നമ്മളെ കണ്ണൂരിലൊരു മരണം ഉണ്ടായി. മലപ്പുറം ജില്ലയിലുള്ള ഒരാളാണ് മരിച്ചത്. ഈ ചെങ്കല്ല് കൊണ്ടുപോകുന്ന ലോറിയുടെ ഡ്രൈവറും ക്ലീനറും, ഡ്രൈവർ മലപ്പുറംകാരനാണ്, ഒരു മുസ്ലിമാണ്, ക്ലീനർ ഒരു അമുസ്ലിമാണ്. വണ്ടി ഇങ്ങനെ അവർ പോകുന്നതിൻ്റെ ഇടയിൽ നിന്ന് ബാക്കിൽ വേറൊരു ബസ് സ്പീഡിൽ വന്ന് വണ്ടി തട്ടി ഈ ലോറിയുടെ നിയന്ത്രണം പോയി നേരെ കൊണ്ടുപോയി ഒരു മരത്തിനടിച്ച് ക്ലീനർ നിസ്സാര പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടു. ഡ്രൈവർ ആ സ്പോട്ടിൽ മരിച്ചു. ഈ 2 ആളും ശരിക്ക് ആക്സിഡന്റ് പറ്റിയില്ല. അവിടെ ഒരാളുടെ മരണം പടച്ചോൻ തീരുമാനിച്ചു, മറ്റേയാൾക്ക് തീരുമാനിച്ചിട്ടില്ല. നമ്മളെപ്പോഴും മരിക്കാനുള്ള കാരണങ്ങളിലൂടെ തന്നെയാണ് പോണത്. പക്ഷേ പടച്ച റബ്ബ് തീരുമാനിക്കുന്ന സമയത്ത് അത് സംഭവിക്കുന്നതാണ്. ഇനി നോക്കി, വേറെ ചില ആളുകൾ മരണപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയെ കുരുങ്ങിയിട്ടാണ് മരിച്ചത് അല്ലേ? നമ്മളെല്ലാ ദിവസവും ഭക്ഷണം കഴിക്കണില്ലേ? ഉണ്ട്. വേറെ ചില ആളുകൾ മരണപ്പെട്ടത് ബാത്റൂമിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ പെട്ടെന്നാണ് സ്ലിപ്പായി വഴുതി വീണാ മരിച്ചത്. നമ്മളെല്ലാവരും ബാത്റൂമിൽ കയറണില്ല എല്ലാ ദിവസവും അല്ലേ? വഴുതി വീഴാനുള്ള സാധ്യത അല്ലേ? എല്ലാ ദിവസവും നമ്മളും കയറുന്നുണ്ട്. വേറെ ചില ആളുകൾ മരണപ്പെട്ടത് ഷോക്കേറ്റിട്ടാണ്. അയൺ ബോക്സ് ഒന്ന് ഷോക്കേറ്റിട്ടാണ് മരിച്ചത്. നമ്മൾ അയൺ ബോക്സ് ഉപയോഗിക്കില്ലേ? നമ്മൾ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലൂടെ ബന്ധപ്പെടാറില്ലേ? വേറെ ചില ആളുകൾ മരണപ്പെട്ട രോഗം കൊണ്ടാണ്. വളരെ നിസ്സാരമായ രോഗമായിരിക്കും. ഞാൻ 2 വർഷം മുൻപ് ഞാൻ നിക്കാഹ് ചെയ്തു കൊടുത്ത ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഈ റമദാനിൽ മരണപ്പെട്ടു. ഒന്നുമില്ല, ഒരു പനി വന്ന് വൈകുന്നേരം ആയപ്പോൾ പനി ശക്തമായി. പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ പോയി, ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ച്. നമുക്കും പനി വരാറുണ്ട്, നമുക്കും കഫക്കെട്ട് ഉണ്ടാവാറുണ്ട്, നമുക്കും വയറുവേദന ഉണ്ടാകാറുണ്ട്, നമുക്കും പല അസുഖം ഉണ്ടാവാറുണ്ട്. അതുപോലെ വേറെ ചില ആളുകൾ ചൂടുകാലം വന്നാൽ വെയിൽ ശക്തമായിട്ട് സൂര്യാഘാതം ഏറ്റുമല്ലാതെയും തളർന്നു വീഴും. ആ വെയിലും ചൂടൊക്കെ നമ്മളും അനുഭവിക്കാറുണ്ട്. വേറെ ചില ആളുകളുടെ മരണം സംഭവിക്കാറുള്ളത് മഴക്കാലം വരുമ്പോൾ വെള്ളം ശക്തമായി ഉയർന്ന് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് മരിക്കും. അങ്ങനെയും പലരും മരിക്കാറുണ്ട്. നമ്മൾക്കും അതൊക്കെ അനുഭവിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും മരിക്കാനുള്ള കാരണത്തിലൂടെ തന്നെയാണ് നമ്മളും പോണേ. പക്ഷെ പടച്ച റബ്ബ് നമുക്ക് നിശ്ചയിച്ച ഒരു സമയവും സന്ദർഭവും എത്താത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടു പോണത്. ഇനി നമ്മൾ തന്നെ പലപ്പോഴും നമ്മളുടെ മരണത്തെ ഓർമ്മപ്പെടുത്താറുണ്ട്. നമ്മൾ തന്നെ നമ്മളെ മരണത്തെ ഓർമ്മപ്പെടുത്തും. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിച്ചത്? അൽഹംദുലില്ലാഹില്ലദീ അഹിയാന ബഅദമാ അമാതന
വ ഇലൈഹിൻ നുശൂർ. എന്താ ഇതിൻ്റെ അർത്ഥം? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദ മാ അമാതന. പടച്ചോനെ, മരണത്തിനു ശേഷം ഞങ്ങൾ ജീവിപ്പിച്ച നിനക്കാണ് സർവസ്തുതിയും. അടുത്ത ഭാഗം എന്താ? വ ഇലൈഹിൻ നുശൂർ. നമ്മൾ പറയാണ് ആ പടച്ചോൻ്റെ അടുത്തേക്ക് തന്നെയാണ് എൻ്റെ മടക്കം, എൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ പറയണത് എന്താ പറയുക? നമ്മളോട് തന്നെ നമ്മൾ പറയാണ്, ഞാൻ പടച്ചോൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോണ ആളാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ വാഹനത്തിൽ കയറും. വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ആ വാക്കിന്റെ അർത്ഥം എന്താ? വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചു പോണവരാണ് എന്നാണ്. ഇനി ഏതെങ്കിലും ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ, ഏതെങ്കിലും സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഒരു വലിയ അപകടമുണ്ടായി എന്ന് കേട്ടാൽ, എന്തെങ്കിലും ഒരു മുസീബത്ത് ആർക്കെങ്കിലും വന്നു എന്ന് കേട്ടാൽ ഉടനെ നമ്മൾ പറയെന്താ? ഒരു മരണവാർത്ത കേട്ടാൽ നമ്മൾ ആദ്യം പറയെന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ ഇതിൻ്റെ അർത്ഥം? ഇന്നാ ലില്ലാ, ഞങ്ങൾ അള്ളാഹ്ക്കുള്ളവരാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഈ മരിച്ച ആളെ പോലെ തന്നെ ഞങ്ങളും ആ പടച്ചവൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകും. അല്ലേ? നമ്മൾ തന്നെ പറയാണ് നമ്മൾ മരിച്ചു പോകാനുള്ളവരാണ്. അപ്പം അതൊരു സത്യമാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്നാണ് മരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്നാണ് മരിച്ചാൽ ആരാണ് ആ മരണത്തിനപ്പുറം നമ്മുടെ കൂടെ വരാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ഞങ്ങളോട് പറയണു, നേരത്തെ ആരിസ് കായക്കോടി ഉപ്പയുമായി ബന്ധപ്പെട്ട നല്ലൊരു ക്ലാസ് എടുത്തു. നമ്മളിൽ ചിലരെങ്കിലും കണ്ണ് നിറച്ചു, നമ്മൾ ചിലരെങ്കിലും നല്ല തീരുമാനങ്ങൾ എടുത്തു. ശരി, നല്ല സ്നേഹമാണ് നമ്മുടെ ഉമ്മാക്ക് നമ്മളോട്. ഞാൻ പറയണു, നിങ്ങളൊരു 4-5 കൊല്ലം രോഗാവസ്ഥയിൽ കിടന്നാലും, അല്ലാഹു അത്തരം പ്രയാസങ്ങൾ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, നമ്മൾ കിടന്നാലും മടുപ്പില്ലാതെ നമ്മളെ നോക്കാൻ കഴിയും നമ്മുടെ ഉമ്മച്ചിക്ക്, അല്ലേ? പക്ഷെ 5-6 കൊല്ലം രോഗിയായി കിടന്നിട്ട് ആ രോഗത്തിൽ അയാൾ മരിച്ചു. ഇപ്പം നമ്മളൊരു പ്രവർത്തകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ക്ലാസ് കഴിഞ്ഞ് പോണ സമയത്ത് ആക്സിഡൻ്റ് ആയിട്ട് അദ്ദേഹം കോമാ സ്റ്റേജിലായി. കോമാ സ്റ്റേജ് പറഞ്ഞാൽ എന്താ? ശ്വാസം മാത്രം ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. 6 വർഷം അദ്ദേഹം കോമാ സ്റ്റേജിൽ കിടന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്താണെന്ന് വെച്ചാൽ രാത്രിയൊക്കെ എഴുന്നേറ്റിട്ട് മൂക്കത്ത് ഇങ്ങനെ വിരൽ വെച്ച് നോക്കും, ശ്വാസമല്ലേ എന്ന്. കാരണം വേറൊന്നും, ജീവിക്കുന്നുണ്ടോ മരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേറെ അടയാളമൊന്നുമില്ല. മിണ്ടൂല, സംസാരിക്കൂല, ഭക്ഷണം കഴിക്കൂല, ഒന്നും ചെയ്യില്ല. അപ്പോൾ ഭാര്യ ഇടയ്ക്ക് രാത്രി എഴുന്നേറ്റിട്ട് ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് നോക്കും, ശ്വസിക്കണില്ലേ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടന്നിട്ട് 6 വർഷം അയാളെ ഭാര്യ നോക്കി കൃത്യമായിട്ട് പരിപാലിച്ചു. നമ്മളെ ഉമ്മ അങ്ങനെ നമ്മൾ നോക്കും, നമ്മുടെ പ്രിയപ്പെട്ടവർ നോക്കും. പക്ഷെ ആ രോഗത്തിൽ നമ്മൾ മരിച്ചാൽ ഏതെങ്കിലും ഉമ്മ പറഞ്ഞാൽ, എൻ്റെ കുട്ടി 6 കൊല്ലം രോഗിയായി കിടന്നപ്പോൾ ഞാനാണല്ലോ നോക്കിയത്, അപ്പം ഒന്നോൻ ഒറ്റക്ക് ഖബറ് പോകുക, ഞാനും പോയി കിടക്കട്ടെ എന്ന് ഏതെങ്കിലും ഉമ്മ പറഞ്ഞണോ? മകൻ്റെ കൂടെ ഖബർക്ക് പോയ ഏതെങ്കിലും ഉമ്മ ഉണ്ടോ? സ്നേഹനിധിയായ ഭർത്താവ് മരിച്ചപ്പോൾ എനിക്കിനി സഹിക്കാനാകൂല എന്ന് പൊട്ടിക്കരഞ്ഞ ഏതെങ്കിലും ഒരു പെണ്ണ് ആ ഭർത്താവിൻ്റെ കൂടെ ഖബറ് പോയി കിടന്നണോ? ഇല്ല. അപ്പം നമ്മൾ മരിച്ചാൽ നമ്മൾ ഒറ്റക്ക്, ആരും നമ്മളെ കൂടെ വരൂല. ആലോചിക്കണേ, റസൂലിന് എന്തൊരു ഇഷ്ടമായിരുന്നു സ്വഹാബത്തിന്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾക്ക് നല്ല ദാഹമുള്ള സമയത്ത് കുടിക്കാൻ വെള്ളം കിട്ടിയാൽ ആ വെള്ളത്തോടൊരു ഇഷ്ടം ഉണ്ടാവില്ലേ? അതിനേക്കാൾ ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് റസൂലിനെ. ആ റസൂല് മരിച്ചപ്പോൾ അവർ കരഞ്ഞു. റസൂലിൻ്റെ മരണം നടന്നെന്ന് മദീനയിലേക്ക് വന്നൊരു മനുഷ്യൻ പറയുന്നുണ്ട്, മദീനയുടെ തെരുവോരങ്ങളിൽ മുഴുവൻ കരയുന്ന മനുഷ്യന്മാരും ഇരുട്ട് പുരണ്ട മദീനയാണ് എനിക്ക് കാണാൻ പറ്റിയത്. അത്ര സ്നേഹമായിരുന്നു. പക്ഷെ റസൂല് മരിച്ചപ്പോൾ സ്നേഹിച്ച ഏതെങ്കിലും ഒരു സ്വഹാബി ഞാനുണ്ട് റസൂലിൻ്റെ ഖബറിലേക്ക് എന്ന് പറഞ്ഞ് പോയി കിടന്നണോ? ഇല്ല. അപ്പം നമ്മൾ ഒറ്റക്കാണ് നമ്മുടെ ഖബറിലുണ്ടാകുക എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകണം. ഖബർ കണ്ടണോ? ഖബർ കണ്ട ആൾക്കാരും കഴിഞ്ഞാണ് ഖബർ കണ്ട ആൾക്കാർ, ഖബറിൻ്റെ ഉൾഭാഗം കണ്ട ആൾക്കാർ,
ആൺകുട്ടികളിൽ എത്ര ആൾക്കാരെ ഖബർ കണ്ടിട്ടുള്ളൂ? ആ 2 റോ ഫുൾ ഉറക്കത്തിലാണ്. ഈ 2 റോ, ഈ സെൻറ്ററത്തിലുണ്ട്. നീല ടീഷർട്ട്, അങ്ങനെ ഓരോ കളർ അങ്ങനെ പറയും കേട്ടോ. ശരി, എങ്ങനെയാണ് ഖബർ? ഖബർ, നമ്മുടെ നാട്ടിലത്തെ ഖബർ 2 കുഴിയാണ്. 2 കുഴി അല്ലേ? ആദ്യൊരു കുഴി ഉണ്ടാകും, ഉള്ളിൽ വേറൊരു കുഴി ഉണ്ടാകും. മേലത്തെ കുഴിയേക്കാളും വീതി കുറവായിരിക്കും താഴത്തെ കുഴി അല്ലേ? കണ്ടില്ലേ? ഖബറുണ്ടല്ലേ? അതിലേക്ക് മയ്യത്ത് നമ്മൾ കട്ടിലുമ കിടക്കണമാതിരി നേരെ കിടന്ന് വെക്കാൻ പറ്റൂല. ചെരിച്ചിട്ടാണ് മയ്യത്ത് കിടത്തുക. എന്നിട്ട് അതിൻ്റെ മേലെ കല്ല് വെക്കും. കല്ല് വെച്ചിട്ട് എവിടെയെങ്കിലും ദ്വാരം ഉണ്ടെങ്കിൽ അവിടെ മണ്ണിട്ട് അടക്കും. എന്നിട്ട് അതിൻ്റെ മേലെ മണ്ണ് വാരിയിട്ട് ഫില്ല് ചെയ്യും അല്ലേ? ഇന്ന് നമ്മൾ മരിച്ചാൽ ഇന്ന് നമ്മളെ കൊണ്ടുപോയി വെക്കൂലേ? അവിടെ നമ്മൾ ഒറ്റക്കാണ്, ആരും കൂട്ടിനില്ല. നിങ്ങൾ ശരിക്ക് ഒന്ന് ആലോചിച്ച് നോക്കുകയാണേ, നമ്മൾ ഹോസ്റ്റലിൽ പഠിക്കാൻ പോയ ആൾക്കാരുണ്ടെങ്കിൽ, വലിയ ആളായി കണ്ട് ഞാൻ കോളേജിൽ പോവാണ്, ഹോസ്റ്റലിൽ പോവാണെന്നൊക്കെ പറഞ്ഞാൽ പോയി ഹോസ്റ്റലിലാക്കി. അപ്പോഴൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം വണ്ടി കയറി ഇങ്ങനെ തിരിച്ച് ഗേറ്റ് കടന്ന് പോയ 1-ാമത്തെ ദിവസം എന്തായിരുന്നു മനസ്സ്? എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ല, കണ്ണെന്ന് അറിയാതെ കണ്ണീരിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചിക്ക് അതിനേക്കാളും കണ്ണീര് വരുന്നുണ്ട്. ഉമ്മ നമ്മളെ മുഖത്തേക്ക് നോക്കിയില്ല, നമ്മൾ അങ്ങോട്ടും നോക്കില്ല, നമ്മൾ തിരിഞ്ഞു നിന്ന്. 1-ാമത്തെ ദിവസം ഹോസ്റ്റലിൽ പോയപ്പോൾ ഹോസ്റ്റലിൽ എത്ര ആൾക്കാരുണ്ട് നോക്കാൻ? വാർഡനുണ്ട്, ഭക്ഷണം വെച്ചുതരാൻ കുക്കുണ്ട്, ഒരുപാട് കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഖബർക്ക് 1-ാമത്. ഇനി നമ്മൾ ഉമ്മച്ചിൻ്റെ അടുത്ത് നിന്ന് ആദ്യമായിട്ട് സ്വന്തം റൂമിലേക്ക് മാറിക്കടന്നൊരു ദിവസം ഉണ്ടാവും. ഉമ്മാൻ്റെയും കൂടെ തന്നെ കിടന്നിരുന്നേ. പിന്നെ ഒരു നിശ്ചിത പ്രായമാവുമ്പോൾ നമ്മളെ മാറ്റി കിടത്തും. 1-ാമത്തെ ദിവസം മാറിക്കിടന്നെന്ന് കുറച്ചോനെ അന്നത്തെ ഒരു ബേജാറ് എത്ര. എവിടെ? ഉമ്മയിപ്പി അപ്പുറത്തെ റൂമിലുണ്ട്. ചിലപ്പോൾ അന്നത്തെ ദിവസം ഉമ്മയിപ്പി ഓലെ റൂമിൻ്റെ ഡോറും അടച്ചിട്ടുണ്ടാവില്ല, നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ ഡോറ് നമ്മളും അടച്ചിട്ടുണ്ടാവില്ല. ഇങ്ങോട്ട് തന്നെ നമുക്ക് എന്തൊരു സങ്കടമായിരുന്നു, ബേജാറായിരുന്നു. ഖബർ കൊണ്ടുപോയി വെക്കണം 1-ാമത്തെ ദിവസങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെ. ഈ ഒരു കുഴിയിൽ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് ചെരിച്ച് കിടത്തിയിട്ട് മണ്ണിട്ട് കല്ല് വെച്ച് മണ്ണിട്ട് മൂടി തിരിച്ചു പോരുന്ന ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് പുതിയൊരു ലോകമാണ്. മുൻകറും നക്കീറുമാകുന്ന, കണ്ടാൽ തന്നെ പേടി തോന്നുന്ന വല്ലാത്ത വിരൂപാവസ്ഥയിലുള്ള 2 മലക്കുകൾ അവിടെ വരും. നമ്മളോട് ചോദിക്കും, അങ്ങനത്തെ ഒരു ജീവിതം നമുക്ക് വരാനുണ്ട് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബിമാർ പറയണം, ബർറാ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ നബിൻ്റെ കൂടെ ഒരു സ്വഹാബിയുടെ ജനാസ മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടി ഖബർസ്ഥാനിൽ പോയി. അവിടെ എത്തിയപ്പോൾ ഖബറിൻ്റെ ഓരത്തെ മയ്യത്ത് വെച്ച് ഇങ്ങനെ നബി കരഞ്ഞുപോയി. എങ്ങനെ കരഞ്ഞു എന്നറിയോ? കണ്ണീര് നബിയുടെ താടി രോമങ്ങളിലൂടെ ഇറ്റി വീണ് റസൂലിരിക്കുന്ന സ്ഥലത്തെ മണ്ണ് നനഞ്ഞു. അത്ര റസൂല് കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ എന്താണെന്നറിയോ? മനുഷ്യരെ, യാ ഇഖ്വാനി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ, ഈ മനുഷ്യനെ പോലെ നിങ്ങൾക്കും ഒരു അവസരം വരാനുണ്ട്. ഫഅഇദ്ദു, അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിക്കോളിട്ടോ. ഇയാളെ ഖബർക്ക് വെക്കാൻ പോവാണ്. ഇങ്ങനെ നിങ്ങളെയും ഖബർക്ക് വെക്കുന്ന ഒരു ദിവസം വരും. അതിനും വേണ്ടി ഒരുങ്ങിക്കോളി. പ്രായമല്ല, സമയമല്ല. വെല്ലുമ്മ മരിച്ചിട്ടെ പേരക്കുട്ടി മരിക്കുള്ളൂ എന്നില്ല. ഇപ്പാൻ്റെ കാലം കഴിഞ്ഞിട്ടെ മക്കളെ അല്ലാഹു തിരിച്ചു വിളിക്കുള്ളൂ, ഒന്നൊന്നുമില്ല. അതുകൊണ്ട് ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങി നിന്നോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകാരെ കൂട്ടി ഖബർസ്ഥാനിൽ പോയി. എന്നിട്ട് ആ ഖബർ കിടക്കുന്ന മനുഷ്യന്മാർക്ക് സലാം പറഞ്ഞു. ശരിക്കും നമ്മളെ മനസ്സിൽ കാണണം കേട്ടോ ഈ രംഗം. സലാം പറഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു ഖബർ കിടക്കുന്ന ആൾക്കാരോട് പറയാണ്, നിങ്ങൾ താമസിച്ച വീട്ടിലൊക്കെ പുതിയ താമസക്കാർ വന്നാണ്, നിങ്ങളെ ഇണകളുടെ ഒക്കെ കല്യാണം കഴിഞ്ഞണ്, നിങ്ങളുണ്ടാക്കിയ സമ്പത്തൊക്കെ വീതം വെച്ചിന്. ഇതാണ് നാട്ടിലെ വിവരം.
ഇനി എന്താണ് നിങ്ങളുടെ വിശേഷം? ശരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കി. നമ്മൾ മരിച്ചാൽ നമ്മളെ പെരയിൽ എന്നും സങ്കടകരം ആണോ? ഈ പെരയിൽ കഴിഞ്ഞ 27 വർഷമായിട്ട് പെരുന്നാളില്ല. എന്തേ? 27 വർഷം മുമ്പ് ഞങ്ങളിപ്പോൾ മരിച്ചതാണ്, പിന്നെ ഞങ്ങൾ പെരുന്നാൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയണ ഏതെങ്കിലും പേരുണ്ടോ? ഉണ്ടോ? ഇല്ല. 27 വർഷമായിട്ട് ഈ പെരയിൽ ഒരു കല്യാണം ഉണ്ടാകാറില്ല, സൽക്കാരം ഉണ്ടാകാറില്ല. അങ്ങനെ ഉണ്ടോ? ഇല്ല. ചിലപ്പോ നമ്മൾ ആകുന്ന കുട്ടി മരിച്ചാൽ ഉമ്മാക്കും ഉപ്പാക്കും ചിലപ്പോൾ വേറെ കുട്ടി ഉണ്ടാവും, അല്ലേ? നമ്മൾ ചിലപ്പോൾ മറക്കും എന്ന് പറഞ്ഞാൽ എന്നത്തേക്കും മറക്കുന്നല്ല, എപ്പോഴും നമ്മൾ ഓർത്ത് ഇങ്ങനെ നടക്കുമോ? ഇല്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചു. നമ്മൾ കല്യാണം കഴിച്ച ആൾ കാലാകാലം പിന്നെ ഇങ്ങനെ പെണ്ണില്ലാതെ നടക്കും തോന്നുന്നുണ്ടോ? അയാൾ ചിലപ്പോൾ വേറെ കല്യാണം കഴിക്കും. ആരും നമ്മക്കും വേണ്ടി കണ്ണീരൊഴുക്കി ഇങ്ങനെ ഇവിടെ ഇരിക്കൊന്നുമില്ല. ഇതാണ് നാട്ടിലെ അവസ്ഥ. ഇനി എന്താണ് നിങ്ങളുടെ വിശേഷം എന്ന് ഖബറാളികളോട് ചോദിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു തിരിച്ചു നിന്നിട്ട് തൻ്റെ കൂടെയുള്ള കൂട്ടുകാരോട് പറയാണ്, ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഖബറിലുള്ളവർ കേൾക്കൂല, അവർക്ക് മറുപടി പറയാൻ കഴിയൂല. കഴിയുമായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു, ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല വിഭവം അത് തഖ്വയാണ്. അങ്ങനെ ഉണ്ടാക്കി വെച്ച വീട് വേറെ ആൾക്കാർ താമസിക്കും. എനിക്കറിയുന്നൊരു സുഹൃത്തുണ്ട്, വീട് പണി കുറ്റിയടിക്കുന്ന മുതൽ ആ വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും എന്നോട് ചർച്ച ചെയ്തിട്ട്, എന്നോട് മാത്രമല്ല ഞങ്ങളെ കമ്മിറ്റിയിലുള്ള എല്ലാവരോടും ചർച്ച ചെയ്തിരുന്നു. ഒരു ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അടുക്കളയും ഈ കാർ പോർച്ചും ഒറ്റ ചുമരാണ്. അടുക്കളയുടെ ജനൽ തുറന്നാൽ കാർ പോർച്ചിലേക്ക് ഇങ്ങനെ ഗേറ്റിലേക്ക് കാണാൻ പറ്റും. അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, അങ്ങനെയാണ് ചെയ്തത്. അദ്ദേഹം പലപ്പോഴും നാട്ടിലുണ്ടാവില്ല, ഇടയ്ക്ക് വിദേശത്ത് പോകും, ഇടയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കും ജോലി കിട്ടുക. അപ്പോൾ ഭാര്യ ഒറ്റയ്ക്ക് വീട്ടിലുണ്ടാകുക. ആരെങ്കിലും വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവൾക്ക് അടുക്കളയിൽ തന്നെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അടുക്കള ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ ടൈൽസ് വർക്ക് എല്ലാ സാധനവും നമ്മളോട് ചർച്ച ചെയ്തിരുന്നു. വീട് താമസം തീരുമാനിച്ചിട്ട് ഒരാഴ്ച മുമ്പാണ് ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചത്. ആ വീട് ഞാൻ പെരക്കാരെന്താ ചെയ്യുക? അവൻ്റെ തറവാട്ടുകാർ ഇത് ഞാൻ ആരും ഉപയോഗിക്കണ്ട, ഇത് അവനുള്ള വീടാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ബാക്കി വെക്കോ? ഇല്ല. അവിടെ പുതിയ താമസക്കാർ വന്നു. അങ്ങനെയാണ് വീട് എന്ന് പറഞ്ഞാൽ, കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പുതിയ ആളുകൾ വരും. പക്ഷെ നമ്മൾ ഒറ്റക്കായിരിക്കും നമ്മുടെ ഖബറിൽ ഉണ്ടാകുക. അവിടെ നമ്മൾ നിസ്കരിച്ചത്, നമ്മൾ നോമ്പെടുത്തത്, നമ്മൾ സംസാരിച്ചത്, നമ്മൾ കേട്ടത്, നമ്മൾ പറഞ്ഞത്, ഇതൊക്കെയാണ് ആ പരലോകത്ത് നമുക്ക് കൂട്ടിനുണ്ടാവുക എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കാൻ ഒറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. ഒരിക്കൽ അപ്പോൾ പറഞ്ഞത്, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേ ഒരു മനുഷ്യനെ കണ്ട് ഏകദേശം 60 വയസ്സായിന്. ആ 60 വയസ്സായ മനുഷ്യനെ കണ്ടപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു 60 വയസ്സായി. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഫുളൈൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, 60 വയസ്സായില്ലേ? നിങ്ങൾ 60 കൊല്ലമായിട്ട് പടച്ചോൻ്റെ അടുത്തേക്കുള്ള യാത്രയിലാണ്, പടച്ചോനെ കാണാനായിന് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളിപ്പോൾ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് എന്താ, ഞാൻ അള്ളാൻ്റെ അടിമയാണ്, അള്ളാൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഫുളൈൽ റഹ്മത്തുള്ളാഹി പറഞ്ഞു, അങ്ങനെ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഒരാൾ ഞാൻ അള്ളാൻ്റെ അടിമയാണെന്നും അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുമെന്നും ഒരാൾക്ക് അറിവ് കിട്ടിയാൽ, അവൻ ആ തിരിച്ചു പോകുമ്പോൾ അവൻ അള്ളാൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരും എന്നുള്ള ബോധം ഉണ്ടാവണം. അങ്ങനെ ഞാൻ അള്ളാൻ്റെ മുന്നിൽ തിരിച്ചു ചെന്ന് നിൽക്കേണ്ടി വരുമെന്ന ബോധമുണ്ടെങ്കിൽ അള്ള എന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമെന്ന ബോധവും ഉണ്ടാകണം. അള്ള എന്നോട് പരലോകത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കുമെന്ന ബോധമുണ്ടെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, അതിനുള്ള തന്ത്രം എന്താണ്? ഇപ്പോൾ ഫുളൈൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, യസീറ, അത് എളുപ്പമാണ്. എന്താണെന്നറിയാം തന്ത്രം? നീ
ഇനിയുള്ള നിന്റെ ജീവിതം, കഴിഞ്ഞ കാലത്തെ പാപം പുറത്തു തരാൻ പ്രാർത്ഥിക്കുക, ഇനിയുള്ള ജീവിതം നന്നാക്കുക. എങ്കിൽ നിന്റെ കഴിഞ്ഞ ജീവിതവും ഈ ജീവിതവും പടച്ചവൻ പുറത്തു തരും. ഇനിയും നീ തെറ്റായ ജീവിതം നയിക്കാനാണ് തീരുമാനിക്കണമെങ്കിൽ നിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിനും നീ ഇപ്പോൾ ചെയ്യുന്ന തെറ്റിനും പടച്ചവൻ്റെ അടുത്ത് നിന്ന് നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പം ഇനി നമുക്ക് നന്നാകാനുള്ള എന്താ? ഡിഗ്രിക്കാണ് പഠിക്കണം, +1 പഠിക്കണം, 10ാം ക്ലാസ്സിലാണ് പഠിക്കണം, ഇത്രയും കാലം എങ്ങനെയൊക്കെയോ ജീവിച്ചു ആയിക്കോട്ടെ. ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ പടച്ചോനെ ഇനിയുള്ള എൻ്റെ ജീവിതം ചിലപ്പോൾ 1 മാസാകരം, ചിലപ്പോൾ 1 കൊല്ലാകരം, ചിലപ്പോൾ 10 കൊല്ലം ഉണ്ടാവും, ചിലപ്പോൾ 60 കൊല്ലത്തെ ജീവിതം പടച്ചോ നമുക്ക് കരുതിയിട്ടുണ്ടാവും. എത്രയാണെങ്കിലും അതിനെ നന്നാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്താണ് നമ്മുടെ അടുത്തുള്ള തെറ്റ് നമുക്കറിയും, നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം ഞാൻ മിനിഞ്ഞാന്നൊരു ഉമ്മമാരുടെ ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെ കുട്ടികളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡ് അറിയണ എത്ര ഉമ്മമാരുണ്ടോ ചോദിച്ചു. ഒരാൾക്കും അറിയില്ല, ഒറ്റ ഉമ്മാക്കും അറിയില്ല. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ശനിയാഴ്ചയാണ് ഉമ്മമാരെ പരിപാടി ഉണ്ടായിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം ആൺകുട്ടികളുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പങ്കെടുത്തപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇൻസ്റ്റഗ്രാം ഉള്ള ചോദിച്ചു. എല്ലാ കുട്ടികൾക്കും ഇൻസ്റ്റഗ്രാം ഉണ്ട്. നിങ്ങളെ പാസ്വേഡ് ഉമ്മാക്കും അറിയിച്ചു. ഇല്ലായിരുന്നു. ഉമ്മ ആകെ നമ്മളെ പരിശോധിക്കുക എവിടെയെന്നറിയോ? വാട്സപ്പിൽ നമ്മളെ സ്വഭാവം എന്താണെന്ന് നോക്കുക. വാട്സപ്പിൽ നമ്മളോളം നല്ല മനുഷ്യന്മാർ വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരാളോടും ചാറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉമ്മാനോട് ഇവിടുന്ന് ഇങ്ങനെ ക്ലാസ് എന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളെ കുട്ടി മറ്റുള്ളവർക്ക് അവരുടെ ചാറ്റിങ്ങിനുണ്ടോ നിങ്ങൾ നോക്കണം. ഉമ്മച്ചി വന്നുകൊണ്ട് വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോൾ മുത്തഖീങ്ങളായ മുഖലിസീങ്ങളാണ് വാട്സപ്പ് കാണുന്നത്. ഒരൊറ്റ കുട്ടി ആരോടും ചാറ്റ് ചെയ്തിട്ടില്ല. നമ്മളെ കളി മുഴുവൻ നടക്കണ എവിടെ? ഇൻസ്റ്റഗ്രാമിൽ. അത് ഈ സാധു ഉമ്മാക്ക് അറിയോ? അറിയില്ല. നമ്മൾ വിളിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ, ചാറ്റ് ചെയ്യുന്നുണ്ട്, മെസ്സേജ് അങ്ങോട്ടയക്കണം ഇങ്ങോട്ടയക്കണം, വീഡിയോ പോസ്റ്റ് ചെയ്യണം, എന്തൊക്കെ ഉണ്ട്. ഈ സാധുവിന് ഒന്നും അറിയില്ല. പക്ഷെ ആർക്കറിയും? അള്ളാഹ്ക്ക് അറിയില്ലേ? അതുകൊണ്ട് ആ പടച്ചോന്റെ മുന്നിൽ നല്ല കുട്ടിയാകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. പടച്ചോനാണ് നമ്മളെ നോക്കുന്നത്, നമ്മളെ വിചാരണക്കെടുക്കുന്നത് അള്ളയാണ്. അതുകൊണ്ട് ഏത് സമയവും തിരിച്ചു പോകുമെന്ന ബോധത്തോടു കൂടി നല്ല കുട്ടിയായി ജീവിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. ഇന്ന് ഇവിടെ ചോദിച്ച ചോദ്യം, മരിക്കണതിൻ്റെ മുമ്പ് നമുക്ക് വല്ല സൂചനയും കിട്ടുമെന്നാണ്. ഇപ്പം ചില ആളുകളുടെ മരണം സംഭവിക്കുക എവിടെയാ? ചില ആൾക്കാർ മരിക്കാനായിട്ടാണ് ചില സ്ഥലത്തേക്കാണ് പോവുക. 50 കൊല്ലമായിട്ട് ഇതുവരെ ഓന് സ്കൂട്ടർ ഓടിച്ചിട്ടില്ല. 50 വയസ്സായപ്പോൾ ഒരു പൂതി, ഒരു സ്കൂട്ടി എടുക്കണം. എടുത്ത് ഫസ്റ്റ് പോക്ക് തന്നെ നേരെ പാണ്ടിലോറിൻ്റെ അടിയിക്കാണ് കയറി തീരുമാനമായി. എല്ലാ സൂചനയും കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ വണ്ടി എടുക്കോ ഇല്ല. ചിലർ മരിക്കാനായിട്ടാണ് ഗൾഫിൽ പോവുക. വലിയ തീരുമാനം പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ പ്രവാസിയാവില്ല, ഒരിക്കലും പ്രവാസിയാവില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും. 45 വയസ്സ് 50 വയസ്സായപ്പോൾ എന്തപ്പോൾ കാട്ട്, ഞാൻ അങ്ങനെയൊക്കെ തീരുമാനിച്ചായിരുന്നായിരുന്നു. പക്ഷെ ഇവിടെ നടക്കൂല എന്നുള്ള കച്ചവടം കൂടി ഒഴിവാക്കിയാണ് നേരെ ഗൾഫ് പോയി. 3ാമത്തെ ദിവസം നടക്കാൻ ഇറങ്ങിയപ്പോൾ ഏതായാലും വണ്ടി അട്ടി മരിച്ച്. വല്ല സൂചനയും കിട്ടിയെന്നോ? സൂചന കിട്ടിക്കണേ പോവോ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. നാളെ എന്താ സംഭവിക്കാന്നും എവിടെ വെച്ചാണ് മരിക്കാന്നും ഒരാൾക്കും അറിയൂല. അങ്ങനെ അറിയുകയാണെങ്കിൽ എത്ര സുഖ. 40 വയസ്സായിട്ടേ മരിക്കുള്ളൂ. 35 കൊല്ലം തമ്മാടിയായി ജീവിച്ചിട്ട് 5 കൊല്ലം നിസ്കരിച്ചാൽ പോരെ? എപ്പോൾ മരിക്കുമെന്നറിയാത്തത് കൊണ്ടും മരിക്കുമ്പോൾ ഏതവസ്ഥയിലാണ് എന്ന് നോക്കിയിട്ടാണ് മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൻ്റെ എല്ലാ വിജയവും ഉള്ളത് എന്നതുകൊണ്ടും എപ്പോഴും നല്ല കുട്ടിയായി ജീവിക്കണം. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ് മരണം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ അതാണ്. അപ്പം ആ ഒരു ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അപ്പം അതിൽ ഒരു ചോദ്യം സ്ത്രീകളുടെ ഖബർ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സുവ്വാറാത്തുൽ ഖുബൂർ, ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകൾ
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയതാണ്, അള്ളാഹു വിലക്കിയതാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പം ഈ സവ്വാറാത്ത് എന്ന വാക്കിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു തീരെ ഖബർ സന്ദർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ഖബർ സന്ദർശനം എന്നത് പതിവാക്കി സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്ത്രീകളാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു തവണ എന്തോന്ന് പോയി കണ്ടു എന്നതിൻ്റെ അപ്പുറത്ത് പുരുഷന്മാരെ പോലെ ഖബർ സന്ദർശിക്കുക എന്നുള്ളത് എന്തായാലും സ്ത്രീകൾക്ക് പാടില്ല. അതിനൊരു കാരണമുണ്ട്. എപ്പോഴും പുരുഷന്മാരുടേക്കാളും ഒരു ലോല മനസ്സാണ് എപ്പോഴും സ്ത്രീ. 17 വയസ്സുള്ള കുട്ടിയാണ്, 17 വയസ്സുള്ളൊരു കൗമാരക്കാരനാണ് കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണ് മരിച്ചത്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കുക എന്ന ബോധത്തോടു കൂടി നല്ല കുട്ടികളാവുക. ഈ ക്യാമ്പൊക്കെ ആ നിലയ്ക്ക് നമുക്ക് നന്മ പകർന്നു തരാനാണ്. അതിനെയൊക്കെ ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.